ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 15/2023 ആണ്. 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 41 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇതോടുകൂടി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ GK പാർട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു തീർക്കും. അപ്പോൾ നാളെ മുതൽ നമ്മൾ 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു തുടങ്ങുന്നത്. 2024 മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് LD പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കാം. ഓക്കെ, 41ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. ഓപ്ഷൻ എ മിഠായി. അപ്പൊ ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് പദ്ധതികൾ കൂടെ നമുക്ക് പറയാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. എന്താണ് താലോലം പദ്ധതി? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ഇനി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാ? അത് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? അത് ആർദ്രം പദ്ധതിയാണ്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാ? അത് എൽസ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എന്താണ്? എംഫിസിമ. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എംഫിസിമ. എന്താണ് എക്സിമ? ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എക്സിമ. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എന്ത്? എക്സിമ. സിലിക്കോസിസ് എന്ന് പറയുന്നത് സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും പാറമട, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരിലും കണ്ടുവരുന്ന തൊഴിൽ സംബന്ധമായ ശ്വാസകോശ രോഗമാണ് എന്ത്? സിലിക്കോസിസ്. സ്വർണം, ടിൻ, മൈക്ക എന്നീ ഖനികളിലെ തൊഴിലാളികൾക്കും പാറമട, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരിലും കണ്ടുവരുന്ന തൊഴിൽ സംബന്ധമായ ശ്വാസകോശ രോഗമാണ് സിലിക്കോസിസ്. ഇനി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഡിസ്ലെക്സിയ. അക്ഷരങ്ങൾ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് എന്ത്? ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. എന്താണ് ബ്രോങ്കൈറ്റിസ്? പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ മൂലം വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ മൂലം വായു അറകളിൽ എന്തടിഞ്ഞുകൂടും? ശ്ലേഷ്മം അടിഞ്ഞുകൂടും അല്ലെ? എന്നിട്ട് ശ്വാസകോശ വീക്കത്തിന് അത് കാരണമാകും. അതാണ് ബ്രോങ്കൈറ്റിസ്. അതുപോലെ ശ്വസനിയിലും ശ്വസനികകളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വസന തടസ്സമാണ് എന്ത്? ആസ്മ എന്ന് പറയുന്നത്. ശ്വസനിയിലും ശ്വസനികകളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഫലമായിട്ട് അനുഭവപ്പെടുന്ന ശ്വസന തടസ്സമാണ് ആസ്മ. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ഏതാണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. എലികളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലുമൊക്കെ നിലനിൽക്കും. മനുഷ്യരിലെ മുറിവിലൂടെ രക്തത്തിലെത്തുന്ന ഈ ബാക്ടീരിയകള് രക്തലോമികകളിൽ
തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. ഒന്നുകൂടെ പറയാം. എലികളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. മനുഷ്യരിലെ മുറിവിലൂടെ രക്തത്തിലെത്തുന്ന ഈ ബാക്ടീരിയകള് രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം, ഇതൊക്കെയാണ് എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ലക്ഷണങ്ങള്? ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം, ഇതൊക്കെയാണ് എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. 44-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതാണ്? ബീറ്റാ കോശങ്ങള്. ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് ഏത്? ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് എന്ന് പറയുന്നത്. ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ഈ ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആഗ്നേയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹം ഏതാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്ന 2 തരം കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്ന 2 തരം കോശങ്ങളാണ് ഏതൊക്കെ? ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അധികമാകുമ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനുമാക്കി മാറ്റും. രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് അധികമാകുമ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് APTT. ഏതാണ്? APTT. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്നാണ് ഫുൾ ഫോം. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നിയാണ് ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നി, അതാണ് ത്രോംബോപ്ലാസ്റ്റിൻ. രക്തസാമ്പിളിൽ പ്രത്യേക റീഏജന്റുകൾ ചേർത്ത് രക്തം കട്ടപിടിക്കുന്ന സമയം കണ്ടെത്തുന്ന ടെസ്റ്റാണ് ഈ APTT. രക്തസാമ്പിളില് പ്രത്യേക റീഏജന്റുകൾ ചേർത്ത് രക്തം കട്ടപിടിക്കുന്ന സമയം കണ്ടെത്തുന്ന ടെസ്റ്റാണ് APTT. ഈ പരിശോധനയുടെ സാധാരണ മൂല്യം എന്ന് പറയുന്നത് 30 മുതൽ 40 സെക്കൻഡ് വരെയാണ്. 30 മുതൽ 40 സെക്കൻഡ് ആണ് എന്ത്? ഈ പരിശോധനയുടെ സാധാരണ മൂല്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും ഈ പരിശോധന വഴി അറിയാൻ കഴിയും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തന സമയവും ഒക്കെ ഈ പരിശോധന വഴി അറിയാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 46-ാമത്തെ ക്വസ്റ്റ്യൻ. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേര്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേര്? ഇതിന്റെ പേരാണ് കാർസാപ്പ്. ഓപ്ഷൻ എ, കാർസാപ്പ്. എന്താണ് കാർസാപ്പിന്റെ ഫുൾ ഫോം? കേരള ആന്റി മൈക്രോബിയൽ
റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ എന്നാണ് ഫുൾ ഫോം. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ. 2018 ഒക്ടോബർ 25 തിരുവനന്തപുരത്താണ് ഇത് ആരംഭിക്കുന്നത്. ഈ പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? 2018 ഒക്ടോബർ 25 തിരുവനന്തപുരത്ത്. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടാകുന്ന അത്യാപത്തുകൾ നേരിടുന്നതിന് ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സജ്ജമാക്കുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടാകുന്ന അത്യാപത്തുകൾ നേരിടുന്നതിന് ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സജ്ജമാക്കുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ആരോഗ്യം, മൃഗസംരക്ഷണം, ഫിഷറീസ്, കൃഷി, പരിസ്ഥിതി എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചിട്ടാണ് ഈ കർമ്മ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളെയാണ്? ആരോഗ്യം, മൃഗസംരക്ഷണം, ഫിഷറീസ്, കൃഷി, പരിസ്ഥിതി എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചിട്ടാണ് ഈ കർമ്മ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. WHO സഹകരണത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആരുടെയാണ്? WHO സഹകരണത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം അഥവാ EEG. ഇലക്ട്രോ എൻസഫലോഗ്രാം. EEG കണ്ടുപിടിച്ചത് ആരാ? EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജനാർ. ഹാൻസ് ബെർജർ ആണ് EEG കണ്ടുപിടിച്ചത്. ഇനി ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ECG കണ്ടുപിടിച്ചത് ആരാ? അത് വില്യം ഐൻതോവൻ. ഇലക്ട്രോ കാർഡിയോഗ്രാം ECG കണ്ടുപിടിച്ചത് വില്യം ഐൻതോവനും ഇലക്ട്രോ എൻസഫലോഗ്രാം അഥവാ EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജറുമാണ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ് ആണ്. CT സ്കാൻ കണ്ടുപിടിച്ച ആരാണ്? ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ്. MRI സ്കാൻ കണ്ടുപിടിച്ചത് റെയ്മണ്ട് ഡമാഡിയൻ ആണ്. MRI സ്കാൻ കണ്ടുപിടിച്ച ആരാണ്? റെയ്മണ്ട് ഡമാഡിയൻ. ആരാ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്? റെനെ ലെനാക്ക് അല്ലെ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനാക്ക്. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ്. ഒന്നുകൂടെ പറയാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് അരിവാൾ രോഗം. ഏതാണ്? അരിവാൾ രോഗം. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു ജനിതക രോഗമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു ജനിതക രോഗമാണിത് അല്ലെ. അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. രക്തത്തിലെ ചുവന്ന രക്താണുക്കള് വൃത്താകൃതി നഷ്ടപ്പെട്ട് അരിവാൾ പോലെയാകുന്ന രോഗമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. രക്തത്തിലെ ചുവന്ന രക്താണുക്കള് വൃത്താകൃതി നഷ്ടപ്പെട്ട് അരിവാൾ പോലെയാകുന്ന രോഗമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മാണുവിന് അരിവാളാകൃതിയുള്ള രക്താണുവില് വളരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സിക്കിൾ സെൽ അനീമിയ ബാധിച്ചവരെ മലേറിയ രോഗം ബാധിക്കാറില്ല. പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മാണുവിന് അരിവാൾ ആകൃതിയിലുള്ള രക്താണുവില് വളരാൻ കഴിയില്ല. അതുകൊണ്ട് സിക്കിൾ സെൽ അനീമിയ ബാധിച്ചവരെ മലേറിയ രോഗം ബാധിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 49ാമത്തെ ക്വസ്റ്റ്യൻ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന ട്യൂമർ കോശങ്ങളാണ് ഏത്? നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ എന്ന് പറയുന്നത്.
ശരീരഭാഗങ്ങളിലെല്ലാം പുതിയ ട്യൂമറുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന അർബുദ കോശങ്ങളുടെ സവിശേഷതയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ശരീരഭാഗങ്ങളിലെല്ലാം പുതിയ ട്യൂമറുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന അർബുദ കോശങ്ങളുടെ സവിശേഷത എന്താണ്? മെറ്റാസ്റ്റാസിസ്. ക്യാൻസറിന് കാരണമാകുന്ന ജീൻ ഏതാണ്? അതാണ് ഓങ്കോജീൻ. ക്യാൻസറിന് കാരണമാകുന്ന ജീനാണ് ഓങ്കോജീൻ. ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഓങ്കോ വൈറസ്. ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് എന്താണ്? ഓങ്കോ വൈറസ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് കാർസിനോജൻ എന്നാണ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്താണ്? കാർസിനോജൻ. ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ച ആദ്യ രാജ്യം ഏതാ? അമേരിക്ക. ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യമാണ് അമേരിക്ക. റേഡിയോ ഐസോട്ടോപ്പുകളെ ഉൽപ്പാദിപ്പിച്ചുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സൈക്ലോൺ 30 എന്ന സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാ? അത് കൊൽക്കത്ത. റേഡിയോ ഐസോട്ടോപ്പുകളെ ഉൽപ്പാദിപ്പിച്ചുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ട് സൈക്ലോൺ 30 എന്ന സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ഓക്കെ, 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് എയ്ഡ്സ്. ഏതാണ്? എയ്ഡ്സ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എന്തിന്റെ? എയ്ഡ്സിന്റെ ഫുൾ ഫോം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന അസുഖമാണ് ഏത്? എയ്ഡ്സ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന അസുഖമാണ് എയ്ഡ്സ്. HIV വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണ് രോഗകാരി. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ? HIV വൈറസ് ആണ് എന്തിന്റെ കാരണം? എയ്ഡ്സിന് കാരണം. HIV വൈറസിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ലൂക്ക് മൊണ്ടേഗ്നർ ആണ്. HIV വൈറസിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആരാണ്? ലൂക്ക് മൊണ്ടേഗ്നർ. HIV എന്ന് പറയുന്നത് ഒരു റിട്രോ വൈറസ് ആണ്. HIV ശരീരത്തിലെ ലിംഫോസൈറ്റുകളെ നശിപ്പിച്ചാണ് രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നത്. HIV എന്ത് ചെയ്യും? ശരീരത്തിലെ ലിംഫോസൈറ്റുകളെ നശിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നു. ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? എയ്ഡ്സ്. ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി ഏതാണ്? ആർട്ട്. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് ആർട്ട്. ആന്റി റിട്രോവൈറൽ തെറാപ്പി. എന്താണ് ആർട്ടിന്റെ ഫുൾ ഫോം? ആന്റി റിട്രോവൈറൽ തെറാപ്പി. അപ്പോ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 15/2023 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പൊ ചെയ്ത് തീർത്തേക്കുന്നത്. അതിലെ GK പാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം നമ്മൾ 2024 ക്വസ്റ്റ്യൻസുമായിട്ടാണ് കാണുന്നത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ പഠിക്കുന്നത് നമ്മുടെ വരും പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലെ? മാത്രമല്ല ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടതെന്നൊക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായി പഠിച്ച് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ജോലി നേടൂ. നമുക്ക് അടുത്ത ദിവസം 2024 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.